ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ കാറ്റഗറിയിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് കാറ്റഗറി എന്ന് പറയുന്നത് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് നേടിക്കൊടുത്തതും ഇതേപോലെയുള്ള സ്മോൾ ക്യാപ്പ് ഫണ്ടുകളാണ്. നമ്മൾ എത്രയും കൂടുതൽ റിസ്ക് എടുക്കുന്നോ അത്രയും കൂടുതൽ റിട്ടേൺസ് പലപ്പോഴും നമുക്ക് ജനറേറ്റ് ചെയ്ത് തരാമെന്ന് പ്രൂവ് ചെയ്ത ഒരു ഫണ്ട് കാറ്റഗറിയാണ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ. പക്ഷേ റീസെൻ്റ് ആയിട്ട്, അതായത് കഴിഞ്ഞ ഒക്ടോബർ മുതൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കറക്ഷനിൽ ഏറ്റവും കൂടുതൽ ഫണ്ടിൻ്റെ NAV കുറഞ്ഞത് അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് കൊടുത്തതും ഈ കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടുകളാണ്. പല സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലും 18 മുതൽ 20-25% വരെയും അതിൻ്റെ NAV-യിൽ കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഇതേപോലെയുള്ള സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലും മിഡ് ക്യാപ്പ് ഫണ്ടിലും മറ്റ് നിക്ഷേപം നടത്തിയിരിക്കുന്ന നിക്ഷേപകർക്ക് ഇപ്പോഴും അവർക്ക് ലഭിച്ചിരിക്കുന്ന റിട്ടേൺസ് മൈനസാണ്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് റിക്കവർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കുണ്ടായിരിക്കുന്ന നഷ്ടം ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ റിക്കവർ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ്, ബന്ധൻ സ്മോൾ ക്യാപ്പ് ഫണ്ട്. ഈ ഫണ്ട് അധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫണ്ടല്ല, എന്നാൽ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളുടെ കാറ്റഗറിയിൽ വേറിട്ട് നിൽക്കുന്ന ഒരു ഫണ്ടാണ് ബന്ധൻ സ്മോൾ ക്യാപ്പ് ഫണ്ട്. ഈ ഫണ്ടിന് അധികം പെർഫോമൻസ് ഹിസ്റ്ററി ഒന്നുമില്ല. ഈ ഫണ്ട് 5 വർഷങ്ങൾക്ക് മുന്നേ ലോഞ്ച് ചെയ്ത ഫണ്ടാണ്. മറ്റുള്ള ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് ഒരുപാട് മുന്നിലാണ്. ഏകദേശം 9,500 കോടി രൂപയാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്ന അസറ്റ്. ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തി ഒരു വർഷത്തിന് മുന്നേ നിങ്ങൾ നിക്ഷേപങ്ങൾ പിൻവലിച്ചാൽ 1% എക്സിറ്റ് ലോഡുണ്ട്. ഈ ഫണ്ടിൻ്റെ അസറ്റ് അലോക്കേഷൻ നോക്കിയാൽ 90% ഇക്വിറ്റിയിലും 0.06% ഡെറ്റിലും അതർ അസറ്റ്സ് എന്ന് പറഞ്ഞ് ഏകദേശം 10% കാണുന്നുണ്ട്. ഇതിൽ തന്നെ ലാർജ് ക്യാപ്പിൽ ഏകദേശം 5.39%, മിഡ് ക്യാപ്പ് കമ്പനികളിൽ 10%, സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ ഏകദേശം 74%മാണ് ഈ ഫണ്ട് നിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഈ ഫണ്ട് നിക്ഷേപം നടത്തിയിരിക്കുന്ന ടോപ്പ് ഹോൾഡിങ്സിൽ ശോഭ ലിമിറ്റഡ് ഏകദേശം 2.78% വരുന്നുണ്ട്, LT ഫുഡ്സ് 2.64%, PCBL കെമിക്കൽസ് 2.31%, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഏകദേശം 2.21%. ഇത് കൂടാതെ തന്നെ ഈ ഫണ്ട് സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽ തന്നെ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ സെക്ടറുകളിലും ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഫൈനാൻഷ്യൽ സെക്ടർ, ഹെൽത്ത് കെയർ, സർവീസസ്, കൺസ്ട്രക്ഷൻ, ഈ ലിസ്റ്റിങ്ങിന് നീണ്ടുപോകുന്നു. പിന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സെക്ടറിലും ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളിലും ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഫണ്ട് ജനറേറ്റ് ചെയ്ത റിട്ടേൺസ് നമ്മൾ പരിശോധിച്ചാൽ ഒരു മാസത്തിൽ ഏകദേശം 3.27%, 6 മാസത്തിൽ മൈനസ് റിട്ടേൺ ആണ്. നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് ഒരുപാട് കറക്ഷൻസ് വന്നു. അതോടൊപ്പം തന്നെ സ്മോൾ ക്യാപ്പ് കമ്പനികളിലെല്ലാം ഒരുപാട് കറക്ഷൻസ് വന്നിട്ടുണ്ട്. കാരണം ഈ ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്ത സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ 10 മുതൽ 30-40% വരെയും പല സ്റ്റോക്കുകളിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതിനാലാണ് ഈ ഫണ്ട് കഴിഞ്ഞ 6 മാസത്തിൽ നെഗറ്റീവ് റിട്ടേൺസ് ആണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ മറ്റുള്ള ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് നിൽക്കുന്നത്. ഇപ്പം നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ ഏകദേശം 8% ഇടിവ് സംഭവിച്ചിട്ടുണ്ട് 6 മാസം കൊണ്ട്. ടാറ്റ സ്മോൾ ക്യാപ്പ് കമ്പനി 10%-ൽ കൂടുതലുണ്ട്. കോണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ ഏകദേശം 8.62% ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥാനത്ത് ഈ ഫണ്ടിൽ വന്നിരിക്കുന്ന കുറവെന്ന് പറയുന്നത് 5.07% ആണ്. ഇത് മറ്റുള്ള ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ താരതമ്യേന കുറവാണ്. 1 ഇയറിൽ ഈ ഫണ്ട് കൊടുത്തിരിക്കുന്ന റിട്ടേൺസ് 18%. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ അത് 5.79%, ടാറ്റ സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ അത് 8.84%. കോണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ നോക്കിയാൽ 1 ഇയറിൽ അത് കൊടുത്തിരിക്കുന്ന -2.7% റിട്ടേൺസ് ആണ്. 3 ഇയറിലും ഈ ഫണ്ട് ഏകദേശം മറ്റുള്ള ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സുപ്പീരിയർ ആയിട്ടുള്ള റിട്ടേൺസ് ആണ് കൊടുത്തിരിക്കുന്നത്, 28.85%. 5 വർഷക്കാലത്തിൽ ഈ ഫണ്ട് കൊടുത്തിരിക്കുന്ന റിട്ടേൺ ഏകദേശം 40%-ഓളമാണ്. ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റുള്ള സ്മോൾ ക്യാപ്പ് ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഫണ്ട് എല്ലാ കാലത്തും, ഞാൻ ഈ കമ്പയർ ചെയ്ത 1 മാസം, 6 മാസം, 1 ഇയർ, 3 ഇയർ, 5 ഇയർ പീരീഡിൽ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത ഫണ്ടാണിത്. ഈ ഫണ്ടിന് അധികം പെർഫോമൻസ് ഹിസ്റ്ററി ഒന്നുമില്ല. ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന
മറ്റു ചില സ്മോൾ ക്യാപ് ഫണ്ടുകൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടൊക്കെ 2013 ലോഞ്ച് ചെയ്ത ഫണ്ടുകളാണ്. ഏകദേശം കഴിഞ്ഞ 10-12 വർഷമായിട്ട് മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫണ്ടാണ് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടും. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടും ഈ കാറ്റഗറിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മറ്റൊരു ഫണ്ടാണ്. ഈ ഫണ്ടിൻ്റെ ആൽഫ ഏകദേശം 7.9% ആണ്. ഇത് ഇൻഡസ്ട്രി ആവറേജ് 5.19% ഉള്ളൂ. അതിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന ഫണ്ടാണ്. ഷാർപ്പ് റേഷ്യോ 1.01 ആണ്. ഈ ഫണ്ടിൻ്റെ ബീറ്റ 0.89 ആണ്. ഇൻഡസ്ട്രി ആവറേജ് എന്ന് പറയുന്നത് 0.71 ആണ്. ഈ ഫണ്ടിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 18.43 ആണ്. പക്ഷേ ഈ ഫണ്ടിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മറ്റ് ഫണ്ടുകളുടെ അല്ലെങ്കിൽ ആവറേജ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 13.25. അത് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫണ്ട് കുറച്ച് അഗ്രസീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടാണ്. എങ്കിൽ തന്നെയും ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ 5 വർഷം മുതൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഉള്ള ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തരുന്നുണ്ട്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് റിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. ക്യാപ് ഫണ്ടുകളുടെ കാറ്റഗറിയിൽ ഇന്ന് ഇന്ത്യയിൽ ഒട്ടനവധി ഫണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന 46 മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ടുകൾക്കും സ്മോൾ ക്യാപ് ഫണ്ടുകൾ അവൈലബിൾ ആണ്. ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത് മറ്റുള്ള ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വേറിട്ട് നിൽക്കുന്ന ഒരു ഫണ്ടിനെ ജസ്റ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. കാരണം മ്യൂച്വൽ ഫണ്ടുകളിൽ എസ്പെഷ്യലി സ്മോൾ ക്യാപ് ഫണ്ടുകളിലൊക്കെ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഒരുപാട് റിസ്ക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള സ്മോൾ ക്യാപ് ഫണ്ടുകളിലും മറ്റും നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ലോങ് ടേമിലേക്കുള്ള നിക്ഷേപങ്ങളായിരിക്കണം. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഒരുപാട് കറക്ഷൻസ് നേരിട്ടെങ്കിൽ തന്നെയും സ്മോൾ ക്യാപ് കാറ്റഗറിയിലുള്ള പല കമ്പനികളും ഇപ്പോഴും ഓവർ വാല്യൂഡ് സോണിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ടൈമിൽ മാർക്കറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടിവുകൾ സംഭവിച്ചാൽ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഇതേപോലെയുള്ള സ്മോൾ ക്യാപ് കമ്പനികളെ ആയിരിക്കും. ഇന്നത്തെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഇതേപോലെയുള്ള സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ ലംസമായിട്ടുള്ള ഒരു എമൗണ്ട് നിക്ഷേപം നടത്തുന്നത് അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം വിപണിയിൽ ഷോർട്ട് ടൈമിലോ മീഡിയം ടൈമിലോ ഉണ്ടാകാവുന്ന ഇടിവുകൾ ഇതേപോലെയുള്ള ഫണ്ടുകളെ സിവിയറായിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനാൽ ഇതേപോലെയുള്ള സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ നിങ്ങൾ SIP റൂട്ടിൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിപണിയിൽ വരുന്ന ഏറ്റക്കുറച്ചിലിൻ്റെ ബേസിസിൽ നിങ്ങളുടെ കോസ്റ്റ് ആവറേജ് ചെയ്യുവാനും അതോടൊപ്പം ലോങ് ടൈമിലേക്ക് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു 10 വർഷത്തിന് മേളിലേക്കാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറേഷനെങ്കിൽ ഇതേപോലെയുള്ള ഫണ്ടുകളിൽ SIP റൂട്ടിൽ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ നിങ്ങൾ നടത്തിയാൽ ലോങ് ടൈമിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു വെൽത്ത് ചിലപ്പോൾ അക്യുമുലേറ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചേക്കും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഇത് ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസായിട്ട് ആരും കൺസിഡർ ചെയ്യരുത്. മ്യൂച്വൽ ഫണ്ടുകളിൽ എസ്പെഷ്യലി ഇതേപോലെയുള്ള സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഏകദേശം 1200ഓളം വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.